മധ്യപൂർവേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ ഇരുണ്ടു കൂടുന്നതിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനുമായുള്ള പരോക്ഷവും നേരിട്ടുള്ളതുമായ സംഘർഷങ്ങൾ അമേരിക്കയുടെ പടക്കോപ്പുകളുടെ ശേഖരത്തെ നിഷ്പ്രയാസം ചോർത്തിക്കളയുന്നു. ഈ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. വർഷങ്ങളായി സഞ്ചിതമായി സൂക്ഷിച്ചിരുന്ന അത്യാധുനിക ആയുധങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതിവേഗം തീർന്നു പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രതിരോധ കാര്യാലയമായ പെന്റഗണിനെയും US ഭരണകൂടത്തെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ഈ ആയുധക്ഷാമത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നത്. രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ബാധിക്കുന്ന ഇത്തരം ഗൗരവകരമായ റിപ്പോർട്ടുകളെ തള്ളിക്കളയാൻ ട്രംപ് തയ്യാറായില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മറിച്ച് തങ്ങളുടെ പക്കൽ ആയുധക്ഷാമം ഉണ്ടെന്ന കാര്യം പരോക്ഷമായി സമ്മതിക്കുകയാണ് ട്രംപ് ചെയ്തത്. തങ്ങളുടെ പടക്കോപ്പുകൾ തീർന്നു പോകുന്നുവെന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിന് പകരം ഈ തകർച്ചയ്ക്ക് കാരണം മുൻഗാമികളായ ഭരണാധികാരികളാണെന്ന് ആരോപിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. തന്റെ ഭരണകൂടമല്ല, മറിച്ച് ജോ ബൈഡന്റെയും ബരാക് ഒബാമയുടെയും മുൻകാല ഭരണകൂടങ്ങളാണ് അമേരിക്കയുടെ സൈനിക ശേഷിയെ തളർത്തിയതെന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം. മുൻ ഭരണാധികാരികളുടെ തെറ്റായ പ്രതിരോധ വിദേശ നയങ്ങളും ആയുധ നിർമ്മാണ മേഖലയിൽ ഉണ്ടായ വീഴ്ചകളുമാണ് ഇന്നത്തെ ഈ രൂക്ഷമായ പ്രതിസന്ധിക്ക് വഴിവെച്ചതെന്ന് ട്രംപ് തുറന്നടിച്ചു. മുൻ സർക്കാരുകൾ ആഗോളതലത്തിൽ അനാവശ്യമായി ആയുധങ്ങൾ വിതരണം ചെയ്യുകയും സ്വന്തം ആയുധപ്പുരകൾ നിറയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തുവെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം തന്നെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ തന്റെ ഭരണകൂടം സജീവമായി രംഗത്തുണ്ടെന്ന ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണശാലകളെല്ലാം ഇപ്പോൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. മുൻഗാമികൾ വരുത്തിവെച്ച വിടവ് നികത്താൻ രാപ്പകലില്ലാതെ തങ്ങളുടെ ആയുധ ഉൽപാദന മേഖല ഉണർന്നു പ്രവർത്തിക്കുകയാണെന്നും ഉടൻ തന്നെ അമേരിക്കൻ സൈന്യം സർവ്വസജ്ജമാക്കുമെന്നും ട്രംപ് ജനങ്ങളോട് വിശദീകരിച്ചു. എങ്കിലും ട്രംപിന്റെ ഈ വാദങ്ങൾ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾക്കിടയിലുള്ള ആശങ്ക പൂർണ്ണമായും അകറ്റാൻ പ്രാപ്തമല്ല. അത്യാധുനിക സാങ്കേതിക വിദ്യ ആവശ്യമായ മിസൈലുകളും പ്രതിരോധ സാമഗ്രികളും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വൻതോതിൽ നിർമ്മിച്ച് കൂട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണികളെ ചെറുക്കാൻ പ്രതിരോധ മിസൈലുകൾ വൻതോതിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക സൈനിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇറാനുമായുള്ള പോരാട്ടം അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്ത് ചോർത്തുന്നതിനിടെയാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റു മേഖലകളിലേക്കും യുദ്ധം അതിവേഗം പടർന്നു പിടിക്കുന്നത്. പ്രത്യേകിച്ച് യമനിലെ ഹൂതി വിമതർ വീണ്ടും ശക്തമായി രംഗത്തിറങ്ങിയതോടെ പോരാട്ടം രണ്ടാമതൊരു മുൻനിരയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് മേഖലയിലെ നിലവിലുള്ള അസ്ഥിരതയെ ഇരട്ടിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. ഇറാനെതിരായ നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സൗദി അറേബ്യയെ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ഇത്തവണ രംഗത്തെത്തിയത്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഹൂതികൾ വൻതോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ അപ്രതീക്ഷിത നീക്കം സൗദിയെ മാത്രമല്ല, അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. നിരവധി ഡ്രോണുകളും ശേഷിയേറിയ മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ സൗദി എണ്ണ മേഖലകളെ കടന്നാക്രമിച്ചിരിക്കുന്നത്. ഒരേ സമയം ഡസൻ കണക്കിന് ഡ്രോണുകൾ അയച്ച് സൗദിയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകരാറിലാക്കാനും അതേസമയം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിപ്പിക്കാനുമുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെ നടന്നത്. മേഖലയിൽ മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള കനത്ത ആക്രമണ പരമ്പരയ്ക്കാണ് ഹൂതികൾ തുടക്കമിട്ടത്. ഹൂതികളുടെ ഈ ശക്തമായ കടന്നാക്രമണം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ ഉൽപാദനത്തെ നേരിട്ട് ബാധിക്കുമെന്ന ഭീതി പരത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായ സൗദിയുടെ സുരക്ഷ വീണ്ടും അപകടത്തിലാകുന്നത് ആഗോളതലത്തിൽ വൻ എണ്ണ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. ഇത് യൂറോപ്പിലെയും ഏഷ്യയിലെയും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ അതിരൂക്ഷമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇറാനുമായുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള പോരാട്ടത്തിൽ തങ്ങൾക്ക് അനുകൂലമായി അന്തരീക്ഷമുണ്ടാക്കാനാണ് ഹൂതികളുടെ ഈ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ശ്രദ്ധ പല വഴികളിലേക്ക് മാറ്റുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. സൗദി അറേബ്യ ആക്രമിക്കുന്നതിലൂടെ മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്താൻ സാധിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സാഹചര്യം വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്.
ഒരു വശത്ത് ഇറാന്റെ സായുധശേഷിയെ നേരിടാൻ പാടുപെടുമ്പോൾ മറുവശത്ത് സഖ്യകക്ഷിയായ സൗദി അറേബ്യയ്ക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തവും അമേരിക്കയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. എന്നാൽ സ്വന്തം ആയുധ ശേഖരത്തിൽ കുറവ് അനുഭവിച്ചു തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ സഖ്യകക്ഷികൾക്ക് ആവശ്യത്തിന് സൈനിക സഹായം നൽകാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. യമനിലെ ഹൂതികൾക്ക് ഇറാന്റെ വ്യക്തമായ സൈനിക സാങ്കേതിക പിന്തുണ ലഭിക്കുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാനെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമാക്കുമ്പോൾ ഹൂതികളെ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ പുറത്തെടുക്കുന്നത്. ഇതിലൂടെ അമേരിക്കയെ നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഉപരിയായി ഒരു പരോക്ഷ യുദ്ധത്തിൽ കുടുക്കിയിടാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഈ സങ്കീർണമായ സാഹചര്യം പെന്റഗണിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഹൂതികൾ അയക്കുന്ന വില കുറഞ്ഞ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകളാണ് അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അത്യാധുനിക മിസൈലുകളുടെ ശേഖരം അതിവേഗം തീർന്നു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള പരസ്പര ആരോപണങ്ങൾക്ക് ഈ ആയുധക്ഷാമ റിപ്പോർട്ട് വഴിവെച്ചു. ട്രംപ് മുൻ ഭരണകൂടങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയമാണ് യുദ്ധത്തിൽ അമേരിക്കയെ ഇത്തരമൊരു പ്രതിസന്ധിയിൽ എത്തിച്ചതെന്ന് എതിരാളികളും വാദിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഭവങ്ങൾ വെറുമൊരു പ്രാദേശിക തർക്കത്തിനപ്പുറം ഒരു വലിയ ആഗോള പ്രതിസന്ധിയായി വളരുകയാണ്. അമേരിക്കയുടെ സൈനിക കരുത്തിന്റെ ഭാവിയെയും സൗദി അറേബ്യയുടെ സുരക്ഷയെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ആയുധ ഉൽപാദനം വർദ്ധിപ്പിച്ച് പ്രതിസന്ധി പരിഹരിക്കുമെന്ന ട്രംപിന്റെ അവകാശവാദം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഹൂതി ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാവുകയോ ഇറാന്റെ ഭാഗത്തു നിന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കും. ആയുധപ്പുരകൾ കാലിയാകുന്നത് തടയാനും സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും അമേരിക്ക ഇനി ഏത് തരത്തിലുള്ള സൈനിക നയതന്ത്ര തന്ത്രങ്ങളാകും പുറത്തെടുക്കുക എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ.